അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ ഒരുപാട് ദുആകളുടെ സദസ്സിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിപാവനമായ ഷഅബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൻ്റെ 14ാമത്തെ രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു. നാളെ വെള്ളിയാഴ്ച ഷഅബാൻ 14ാമത്തെ ദിനമാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നാളെ മഗ്‌രിബോടെ, അതായത് വെള്ളിയാഴ്ച മഗ്‌രിബോടെ നമ്മൾ വിശുദ്ധമായ ഷഅബാനിൻ്റെ 15ാം രാവ്, അതായത് ബറാഅത്ത് രാവിലേക്ക് കടക്കുന്നു. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നാണ് ബറാഅത്ത് രാവ്. ഇപ്പം നമുക്ക് ഇന്ന് 14ാം രാവാണ്, പക്ഷെ അവർക്ക് ഇന്ന് 15ാം രാവാണ്. ഒരു ദിവസം നേരത്തെ അവർ നിലാവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുമാവട്ടെ, അവർ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ പുണ്യങ്ങളേറെ നിറഞ്ഞ സ്വലാത്തുകളൊക്കെ പറയാൻ പറ്റിയ ഒരു മാസമാണ്, ഒരു സമയമാണ്, ഒരു ദിവസമാണ്, ഒരു രാവാണ്. അള്ളാഹു തആല ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ച് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ വെള്ളിയാഴ്ച മഗ്‌രിബോടെ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുണ്യങ്ങളേറെ നിറഞ്ഞ ബറാഅത്തിൻ്റെ രാവ് വരികയാണ്. ഈ ബറാഅത്തിൻ്റെ രാവിലാണ് നമ്മുടെ പള്ളികളിൽ മഗ്‌രിബിൻ്റെ സമയത്തും അതുപോലെ പ്രത്യേകിച്ച് അസറിൻ്റെ സമയത്തെല്ലാം പള്ളികളിൽ അസർ നമസ്കാരത്തിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടുന്നു. ശേഷം ഓരോ മഹല്ലത്ത് പള്ളിയുടെയും പള്ളി പരിസരത്തുള്ള ആ ഖബർസ്ഥാനിലേക്ക്, പള്ളിക്കാടുകളിലേക്ക് ജനങ്ങളിങ്ങനെ ഒഴുകുകയാണ്. തങ്ങളുടെ വാപ്പയുടെ, ഉമ്മയുടെ, അതുപോലെ ഭാര്യയുടെ, അവരുടെ മക്കളുടെ, ബന്ധുമിത്രാദികളുടെ ഖബറിടങ്ങളിലേക്ക് പോയി അവർക്ക് വേണ്ടി യാസീൻ ഓതുകയും അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ദുആരക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തെ തന്നെ നമുക്ക് നാളത്തെ അസർ നമസ്കാരത്തിന് ശേഷം പല മഹല്ലത്ത് പള്ളികളിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വീടുകളിലൊക്കെ ഇരുന്ന് ഉമ്മമാര് വിശുദ്ധമായ യാസീനിൻ്റെ സുന്ദരമായ ആ ആയത്തുകൾ ഓതുന്ന ശബ്ദം നമുക്ക് നാളെ മഗ്‌രിബോടെ കേൾക്കാൻ പറ്റും. പുണ്യങ്ങളേറെ നിറഞ്ഞ ബറാഅത്തിൻ്റെ രാവ്, മലക്കുകൾ സന്തോഷിക്കുന്ന രാവ്, മലക്കുകളുടെ പെരുന്നാൾ രാവാണ് നാളെ വരുന്ന പുണ്യമായ ബറാഅത്ത് രാവ്. ഇൻഷാ അല്ലാഹ് നാളത്തെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ദിക്റിൽ എല്ലാവരും പങ്കെടുക്കണം. ഇപ്പം നമ്മളുള്ളത് വിശുദ്ധമായ ഷഅബാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണുള്ളത്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് നാളത്തെ ആ പുണ്യങ്ങൾ നിറഞ്ഞ സദസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മുടെ മജ്‌ലിസ് ഇതാ തുടങ്ങുകയാണ്. ഒരു സ്വലാത്തിൻ്റെ സുന്ദരമായ വചനം പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിലേക്ക് കടക്കാം. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഷഅബാൻ മാസം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് മുത്ത് റസൂലിന്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചൊല്ലിൻ എന്ന പുണ്യമായ ആയത്ത് ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട മാസമാണ്. അറിയാവുന്ന സ്വലാത്തുകൾ ഇങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞോ. നമുക്കിപ്പോൾ പറഞ്ഞാലോ, അറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളില്ലേ. നമുക്ക് പുണ്യമായ ഒരു സ്വലാത്ത് ഇന്ന് ഇൻഷാ അല്ലാഹ് പറയുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്,
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. ആകാശഭൂമികൾക്കിടയിൽ എന്തൊക്കെ മുസീബത്തുകൾ, ആപത്ത്, കണ്ണേർ, സിഹറുണ്ടോ അതിനെ തൊട്ടെല്ലാമുള്ള കാവൽ കിട്ടാൻ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രധാനപ്പെട്ട 2 ദുആകൾ, ആ 2 ദിക്റുകൾ നമുക്ക് രണ്ടും പറയണം. നമുക്കൊന്ന് പറഞ്ഞാലോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ട് തൂങ്ങുന്നതും അല്ലാഹുവിലേക്ക് നമുക്ക് ഒരുപാട് അടുക്കാൻ പറ്റുന്നതും അല്ലാഹു നമ്മളിലേക്ക് കൂടുതൽ അടുക്കുന്നതും അതുപോലെ തന്നെ പറയാൻ വളരെ എളുപ്പമുള്ളതുമായ ഒരു ദിക്റുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയമുള്ളവരെ, അടുത്ത ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. നമ്മുടെ ചാനലിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇറക്കിയിരുന്നു. അതായത് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അത് വജ്ജഹുത്തു, ഫാത്തിഹ, പിന്നെ റുകൂഅ്, സുജൂദ്, ആ റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലൊക്കെ പറയുന്ന തസ്ബീഹുകൾ, ദിക്റുകൾ, ശേഷമുള്ള തഹിയ്യാത്ത്, അതുപോലെ സ്വലാത്ത്, ദുആ, സലാം വീട്ടുന്നത് എല്ലാം നമ്മൾ കൃത്യമായി വ്യക്തമായി പ്രാക്ടിക്കലായി കാണിച്ചു തന്ന് ഓരോ അവസരത്തിലും പറയുന്ന ദിക്റുകൾ അതേതൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരു നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ അത് ഇറക്കിയിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് ആളുകൾ അത് സന്തോഷം അറിയിച്ചു. ഉസ്താദെ, ഇങ്ങനെ പ്രാക്ടിക്കലായി കാണിച്ചു തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ മാറി എന്ന് ഒരുപാട് പോസിറ്റീവായ കമൻറ്റുകളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. എന്തായാലും നിങ്ങളത് കണ്ടിരിക്കണം. നിങ്ങൾ കാണുക മാത്രമല്ല, നിങ്ങളുടെ കുടുംബാദികൾ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകരുത്. കാരണം നിസ്കാരം ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോവില്ലേ. അപ്പം നിസ്കാരം ശരിയാവണം. അതിന് ആ വീഡിയോ കണ്ടാൽ ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങളും മാറുന്നതാണ്. ഏത് നിസ്കരിക്കാൻ അറിയാത്ത കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വിട്ടുപോകരുതേ. പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ എല്ലാ ദിവസവും അധികരിപ്പിക്കണമെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്ർ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ, ഏറ്റവും പുണ്യമുള്ള ദിക്റാണ്. ആ ദിക്റിൻ്റെ കൂടെ കുറച്ച് വാക്കുകൾ ചേർത്തിട്ട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച പുണ്യമായ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞാലോ. അല്ലാഹുവേ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. നിന്നെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇഖ്ലാസോടുകൂടി, ഞങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി ഇബാദത്ത് ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ എന്നർത്ഥം വരുന്ന പുണ്യമായ ഒരു ദിക്റാണിത്. നമുക്കൊന്ന് പറഞ്ഞാലോ. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين.
الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത്. ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം മുതൽ ബറാഅത്ത് രാവ് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 15 വട്ടം ആവർത്തിച്ച് ഓതുകയും ബറാഅത്ത് രാവിൻ്റെ അന്ന് അത് 30 വട്ടമാക്കി 15 വട്ടം എന്നുള്ളത് 30 പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും സൂറത്ത് ദുഖാൻ പൂർണ്ണമായി ഓതി തീർത്തിട്ട് ദുആ ചെയ്താൽ എന്ത് കാര്യത്തിനാണോ അവൻ ദുആ ചെയ്യുന്നത് ആ കാര്യം അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കുമെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് കിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടാനും ദുനിയാവിൻ്റെ പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം കിട്ടാനും ഒക്കെ ഈ സൂറത്ത് ദുഖാൻ തന്നെ കാരണമാണ്. പ്രത്യേകിച്ച് അധികം സമയമൊന്നും വേണ്ടല്ലോ, വളരെ നിസ്സാരമായ സമയം മതി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് സൂറത്ത് ദുഖാൻ ഒരു 2 പ്രാവശ്യം, നമ്മളൊരു 15 വട്ടം ഓതുന്നില്ല, 2 പ്രാവശ്യം നമുക്ക് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 13 വട്ടം നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ ഓതി തീർക്കുക. അല്ലാഹു തആല ഈ സൂറത്ത് ദുഖാനിന് എന്തെല്ലാം നേട്ടങ്ങൾ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതിയാലോ? എല്ലാവരും ഒന്നിച്ച് ഓതിക്കും. ഇനി ഇത് നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും, അവര് ഇത് ഓതുന്നത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. പരിശുദ്ധമായ സൂറത്ത് ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഒരു പ്രാവശ്യം നമ്മൾ ഓതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം കൂടി ആവർത്തിച്ച് ഓതാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് 13 പ്രാവശ്യം വീണ്ടും പറ്റുന്ന സമയത്ത് ഓതി തീർക്കുക. ഒരുപാട് നേട്ടങ്ങളാണ് ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് അല്ലാഹു തആല തരുന്നത്. അല്ലാഹു തആല നമ്മൾ ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا
നസ്സൽനാഹു ഫീ ലൈലത്തിൻ മുബാറകഹ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ റഹ്മതൻ മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വയുമീത് റബ്ബുകും വറബ്ബു ആബാഇകുമുൽ അവ്വലീൻ. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ ഒരു സ്വലാത്തുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാൻ പറ്റുന്നൊരു സ്വലാത്താണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ആ സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് അള്ളാഹു തരണം. ആ ഒരു നെയ്യത്തിൽ മുത്ത് ഹബീബിൻ്റെ എല്ലാ സ്നേഹവും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ എല്ലാ ബറക്കത്തും നമുക്കും വേണം. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا محمد قلت حيلتي أدركني. الحمد لله. നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ദിക്റുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെയും 1000-ലും 2000-ലും അധികം കമൻറ്റുകളാണ്, ദുആ വസിയത്താണ് പറയാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെയും പേരെടുത്ത് നമ്മൾ തൽക്കാലം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മണിക്കൂറുകളോളം നമുക്ക് പറയേണ്ടി വരും. നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ രക്കുന്നു. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെയും നമ്മുടെ ദുആയിനെയും നമ്മുടെ ഒരുമിച്ച് കൂടൽ എല്ലാം അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما لا إله إلا أنت سبحانك إني كنت من الظالمين أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ സ്വലാത്തുകൾ പറഞ്ഞ തസ്ബീഹുകൾ പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മജ്ലിസാണ് നീ ഖബൂൽ ചെയ്യണേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണമായി ഞങ്ങളുടെ ദുആഇനെ നീ മടക്കി കളയല്ലേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് ഞങ്ങളുടെ വാപ്പമാര് ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ സഹോദരിമാര് സഹോദരങ്ങള് ഞങ്ങളുടെ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് കുടുംബക്കാര് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ മർഹമത്ത് കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ് ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഒരുപാട് ന്യൂനതകൾ ഉള്ളവരാണ് റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും തെറ്റുകൾ പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് തരണേ മർഹമത്ത് തരണേ അല്ലാഹുവേ ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവേ പാപരഹിതമായി നിനക്കും നിന്റെ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നസീബാക്കണേ പടച്ചവനെ ഈ സദസ്സിൽ ആരെല്ലാം ആമീൻ പറയുന്നുണ്ടോ എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് കൊച്ചുമക്കളുണ്ട് വൃദ്ധന്മാരുണ്ട് അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ദാസികളിൽ നീ ഉൾപ്പെടുത്തണേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഓരോ വീഡിയോകൾക്ക് താഴെയും റബ്ബേ ദുആ വസിയത്ത് പറയുന്നുണ്ട് ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് അല്ലാഹുവേ ദുആ വസിയത്തുകളാണ് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീ അറിയുന്നവനാണ് വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ പ്രയാസങ്ങൾ മാറ്റണേ സങ്കടങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളായ മുഅ്മിനീങ്ങളുണ്ട് എല്ലാവർക്കും നീ രോഗശാന്തി കൊടുക്കണേ
രോഗശമനം തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കരളിന്റെ പ്രശ്നം പോലെ, യൂറിക് ആസിഡ് പോലെ, അല്ലാഹുവേ കൊളസ്ട്രോൾ വന്ന്, ഷുഗർ വന്ന്, അറ്റാക്ക് വന്ന്, സ്ട്രോക്ക് വന്ന്, റഹ്മാനെ നരമ്പിന്റെ രോഗങ്ങൾ വന്ന്, ന്യൂറോ പ്രശ്നങ്ങൾ വന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്. അല്ലാഹുവേ കേട്ടുകേൾവിയില്ലാത്ത, മരുന്നില്ലാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ് എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി നോക്കി വിഷമിക്കുന്ന അവസ്ഥ വരെ നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവല്ലേ റഹ്മാനെ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന സമയം എപ്പോഴാണെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫാ പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പലരുടെയും പല ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്നും കുത്തിയെടുത്തിട്ട് റഹ്മാനെ ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. അനുകൂലമായ റിസൾട്ട് തരണേ അല്ലാ. പലരും ഓപ്പറേഷന് വിധേയമാകുന്നവരാണ്, ഡേറ്റ് നിശ്ചയിച്ചവരാണ്. അല്ലാഹുവേ അത് നീ സക്സസ് ആക്കി കൊടുക്കണേ അല്ലാ. പലരുടെയും ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്. അവർക്കും ഞങ്ങൾക്കും രോഗശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഓരോ മുഅ്മിനീങ്ങൾ എന്തെല്ലാം വിഷമങ്ങൾ പറയുന്നുണ്ടോ, പ്രയാസങ്ങൾ പറയുന്നുണ്ടോ, കടങ്ങൾ മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. റഹ്മാനെ പടച്ചവനെ അങ്ങനെ വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ഒരുപാട് മുഅ്മിനീങ്ങൾ പല പ്രയാസത്തിലാണ്. എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. വഴിപിഴച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. നല്ല ഭാവി അവർക്ക് കൊടുക്കണേ അല്ലാ. പരീക്ഷകൾ നല്ലതുപോലെ എഴുതാനും നല്ല മാർക്കോടുകൂടി പാസ്സാവാനും അവർക്ക് നീ തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജോലി അന്വേഷിച്ചു പോകുന്ന ഞങ്ങളുടെ മക്കൾ അവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്. അല്ലാഹുവേ പടച്ചവൻ അവരുടെയൊക്കെ ജോലികളിൽ പ്രവാസികൾ ഒരുപാട് പേർ ഞങ്ങളുടെ മജ്ലിസ് കാണുന്നവരാണ്. അവരൊക്കെ പലരും ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും അവരുടെ ജോലികളിൽ എളുപ്പവും സന്തോഷവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത തരണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ മാറ്റണേ അല്ലാ. കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്. എല്ലാം മാറ്റി സമാധാനവും റാഹത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെല്ലാവരും ഉള്ളത് പുണ്യമായ ശഅബാൻ മാസത്തിലാണ്. ഈ ശഅബാൻ മാസം അല്ലാഹുവേ നിന്റെ മുത്ത് ഹബീബിന്റെ മാസമാണല്ലോ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ആ മുത്ത് ഹബീബിനെ ആ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ആ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും വരാനിരിക്കുന്ന പുണ്യമായ ദിവസങ്ങളെ നല്ല രൂപത്തിൽ സ്വീകരിച്ച് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. കഴിഞ്ഞുപോയ റജബിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാ. വരുന്ന റമളാൻ, ആ റമളാൻ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് പല വിധത്തിൽ ദുആ വസിയത്ത് പല കാര്യങ്ങൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദുആ വസിയത്തുകളിൽ കമന്റുകളിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ ആരെല്ലാം എന്തെല്ലാം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ, ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ കടങ്ങളെ തൊട്ടുമുള്ള കാവൽ നൽകണേ അല്ലാ. കടക്കാർക്ക് റബ്ബേ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ
പടച്ചവനെ കടങ്ങൾ വീട്ടാൻ ഞങ്ങൾക്ക് നീ വേഗത്തിൽ തൗഫീക്ക് തരണേ അല്ലാ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയിൽ ബറക്കത്തില്ലാതെ ഖൈറില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും നീ സലാമത്തും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ, നിലവിൽ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജിന് പോവാൻ ഭാഗ്യം കിട്ടിയവർ, റഹ്മാനെ എല്ലാവർക്കും നീ ഖൈറും അവരുടെ യാത്രകളിൽ ബറക്കത്തും സലാമത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സ് കാണുന്ന ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗവും ഉമ്മമാരാണ്, സഹോദരിമാരാണ്, സ്ത്രീകളാണ്. റബ്ബേ, അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലരും സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. അല്ലാഹുവേ അവരുടെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ ശാരീരികമായ മാനസികമായ അസ്വസ്ഥതകളും രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ റാഹത്തും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ സഹോദരന്മാര്, അവരുടെ ജോലികളിൽ തൊഴിലുകളിൽ നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനത്തിൽ എല്ലാത്തിലും നീ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്‌ലിസ് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ ദിക്ർ, യാസീൻ മജ്‌ലിസുകൾ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അതിലൊക്കെ പങ്കെടുക്കാൻ ആരും വിട്ടുപോകരുത്, മറന്നു പോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്‌ലിസുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. നമ്മൾ നിയ്യത്ത് വെക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന, ഓരോ അവസരത്തിലും നമ്മൾ പറയുന്ന ദിക്റുകൾ, അതുപോലെ തസ്ബീഹുകൾ, ദുആകൾ, സ്വലാത്തുകൾ, അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്ന, നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർളുമൊക്കെ വിശദീകരിച്ചു പറയുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാകും, ഉസ്താദെ നിസ്കാരം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പണ്ട് മുതലേ നിസ്കരിക്കുന്നതാണ്, അതിന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് ഇറക്കി ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും. ഞാൻ പറയട്ടെ, നിസ്കാരം അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന, പറയുന്ന ഓരോ ദിക്റിൻ്റെയും തസ്ബീഹിൻ്റെയും അർത്ഥം നമുക്ക് പലപ്പോഴും അറിയുണ്ടാവില്ല, അല്ലേ? അത്തഹിയാത്തിൻ്റെ അർത്ഥം, വജ്ജഹത്തുൻ്റെ അർത്ഥം, മുഴുവൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെയും അർത്ഥസഹിതമുള്ള വീഡിയോ നമ്മളിതാ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവുക, വീഡിയോ കാണുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.